ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബനവഞ്ചര പുണ്യൻ പറയുന്നുണ്ട്, പരിശുദ്ധയമ്മ പ്രാർത്ഥനയുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പം അമ്മ ഒറ്റയ്ക്കല്ല വരുന്നത്, ഒരു കൂട്ടമുണ്ട് അമ്മയുടെ കൂടെ. അത് മറ്റാരുമല്ല, സകല മാലാഖമാരും സകല വിശുദ്ധരും രക്തസാക്ഷികളും മുഴുവനും സ്വർഗീയ വൃന്ദം മുഴുവനുമുണ്ട്. കാരണം അമ്മ മാലാഖമാരുടെ രാജ്ഞിയാണ്, അമ്മ വിശുദ്ധന്മാരുടെ രാജ്ഞിയാണ്, അമ്മ ഇവരുടെയെല്ലാം നേതൃനിരയിലാണ്. നമ്മളെത്രയോ ഭാഗ്യപ്പെട്ടവരെ. ഒരമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് നിയോഗങ്ങളുമായി കടന്നു ചെല്ലുമ്പം ഒരു വലിയ കൂട്ടായ്മയുടെ പ്രാർത്ഥനയുടെ ബലത്തിലേക്ക് നാം എത്തിച്ചേർക്കപ്പെടുന്നു. അതുകൊണ്ട് ഇന്നും എന്നും ജീവിതത്തിൽ നമുക്ക് അമ്മയെ കൂട്ടുപിടിച്ച് അഭിഷേകത്തോടുകൂടെ ഇട്ട് പറയാൻ കഴിയണം, മാലാഖമാരുടെ രാജ്ഞി, മാലാഖമാരുടെ മാധ്യസ്ഥവും പ്രാർത്ഥനകളും എൻ്റെ പ്രാർത്ഥനയ്ക്ക് കരുത്തായി മാറ്റണേ. രക്തസാക്ഷികളുടെ രാജ്ഞി, ഈ രക്തസാക്ഷികളായ മുഴുവൻ പുണ്യജീവിതങ്ങളുടെയും പ്രാർത്ഥനകളോട് എൻ്റെ പ്രാർത്ഥന ചേർക്കണമേ. സ്ലിഹന്മാരുടെയും അങ്ങനെ സഭയിൽ ആത്മീയ നേതൃനിരയിലായിരിക്കുന്ന മുഴുവൻ ജീവിതങ്ങളുടെയും ഈ തലപ്പത്ത് നിൽക്കുന്ന പരിശുദ്ധ അമ്മയോട് നമുക്കുമൊന്ന് സ്നേഹപൂർവ്വം ചേർന്നിട്ട് അമ്മയുടെ കൂടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വർഗത്തിലെത്താൻ തക്ക വിധമൊന്ന് ഉയർത്താം. ഏതെങ്കിലും വിധത്തിൽ ഇന്നോളം ഈ മേഖലയിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, പോരായ്മകളോ വീഴ്ചകളോ വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്വർഗരാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരുടെയും രാജ്ഞിയായ അമ്മയോട് ചേർന്ന് നമുക്കും ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി ഇന്ന് ആളുകൾ പരിശ്രമിക്കാം. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കും. അമ്മേ എന്നു ഞാൻ ഉള്ളിൽ വിളിക്കുമ്പോൾ, മറുവിളി മകനേയൻ ഓതുമമ്മ. ഹൃദയം തകർന്നു ഞാൻ കരയുന്ന നേരം, മിഴിനീരുമായ്ക്കുന്ന മാതാവേ. ഓ മരിയേ, ഓ മരിയേ, പാപികൾക്കാശ്രയമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.